കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അന്ധരായ മാർഗദർശികളെ, കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെടിപ്പാക്കുന്നു, എന്നാൽ അവയുടെ ഉള്ള് കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അന്ധനായ ഫരിസേയ, പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം കൂടി ശുദ്ധിയാക്കുവാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധിയാക്കുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിത് വായിച്ചു കേട്ട വചനഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ദൈവത്തിനൊരു വലിയൊരു സ്വഭാവ സവിശേഷതയാണ്. അതായത് ദൈവം ഹൃദയങ്ങൾ പരിശോധിക്കുന്നവരാണ്. ബാഹ്യമായ കാര്യങ്ങളിൽ വീണുപോകുന്നവരുണ്ട്. മറിച്ച് ഉള്ളം മനസ്സിലാക്കി, അല്ലെങ്കിൽ ഉള്ളിലുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളെ ചേർത്ത് പിടിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഒന്നാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഹൃദയങ്ങൾ മനസ്സിലാക്കുന്നവൻ്റെ മുമ്പിലാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ആയിരിക്കുക ഈ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനായ ദൈവത്തിൻ്റെ മുമ്പിലാണ്. നമ്മൾ വായിച്ച് കേട്ട പ്രതിവചന സങ്കീർത്തനത്തിലും ഇത് തന്നെയാണ് പറയാം. നമ്മുടെ മനസ്സ് മുഴുവനും വായിച്ചറിഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം. ദൈവത്തിൻ്റെ ഒരു വലിയൊരു വിശേഷണമാണ് ഇവിടെ വചനത്തിൽ പറഞ്ഞു വയ്ക്കുക. അതായത് നമ്മൾ ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴും എല്ലാം ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നു. അതുപോലെ തന്നെ ഒരു വാക്കെൻ്റെ നാവിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതേക്കുറിച്ച് നിനക്കറിയാം. നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ സവിശേഷത. ഒത്തിരിയേറെ ആളുകൾ ഇങ്ങനെ ഉള്ളിലുള്ളത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ ആഗ്രഹത്തോടുകൂടി ഒത്തിരിയേറെ ആളുകളുടെ അടുത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേക കഴിവുകളൊക്കെ ഉള്ള ആളുകളുടെ അടുത്തൊക്കെ പോകാറുണ്ട്. എൻ്റെ ഉള്ളിലുള്ളത് ഒന്ന് കണ്ടുപിടിച്ച് തരാമോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം പറയുന്നത്, നിൻ്റെ ഹൃദയം മുഴുവനും, നിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും മനസ്സിലാക്കുന്ന, നിൻ്റെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കുന്നവനാണ് ഞാൻ എന്നുള്ളത് വചനത്തിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അതേസമയത്ത് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഏറ്റവും അധികം വെറുത്തിരുന്നതും ഏറ്റവും കൂടുതൽ വിമർശിച്ചതുമായ ഒരു പാപത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മളവിടെ കാണുക. അതായത് ഫരിസേയരും നിയമജ്ഞരുമൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിൽ നിയമങ്ങൾ പാലിക്കുന്നതിൽ അവർ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളവരായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ അവർ പറയുമായിരുന്നു, എല്ലാ നിയമങ്ങളും ഞങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. ഈശോയുടെ അടുക്കലേക്ക് വരുന്ന നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് യുവാവ് വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നിയമങ്ങളൊക്കെ പാലിക്കുക. അപ്പോൾ അവൻ വലിയ അഭിമാനത്തോടെയാണ് പറയുക, ഞാൻ എല്ലാ നിയമങ്ങളും ചെറുപ്പം മുതലേ പാലിച്ചുകൊണ്ട്. അതായത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളൊക്കെ പാലിക്കുക അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പക്ഷെ അങ്ങനെ ആ ഒരു സ്വയം അഭിമാനത്തിലായിരുന്ന ഫരിസേയരെ, നിയമജ്ഞരെയൊക്കെ നോക്കി ഈശോ പറയുകയാണ്, കപടനാട്യക്കാർ. ഈശോ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു ഏറ്റവും വലിയൊരു പാപം എന്ന് പറയുന്നത് ഈ ഒരു കപടതയാണ്. കാരണം ഈ ഒരു കപടത മൂലം നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ വേറെ എന്തോ ആണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവം ആവശ്യപ്പെടുന്നത്, നീ എന്തായിരിക്കുന്നുവോ അതാണ് എനിക്ക് ആവശ്യം. നീ വേറൊരു വ്യക്തിയായിട്ട് മാറണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ എൻ്റെ അനുഗ്രഹം കൊണ്ട് നിന്നെ നിറയ്ക്കും. ദൈവത്തിൻ്റെ ഒരു വലിയൊരു വാഗ്ദാനമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ അവർക്ക് യഹൂദർക്ക്, ഫരിസേയർക്കും നിയമജ്ഞർക്കും അവർക്ക് അവിടെ പരാജയപ്പെടും. ദൈവത്തെ മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ ആ ഒരു ഹൃദയത്തെ മനസ്സിലാക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനും നിയമജ്ഞർക്കും ഫരിസേയർക്കും സാധിച്ചില്ല. അതുകൊണ്ട് ഈശോ പറയുകയാണ്, നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. അതായത് നിയമങ്ങൾ പാലിക്കും, പക്ഷേ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യങ്ങളായ നീതിയും കരുണയും വിശ്വസ്തതയൊക്കെ അവർ അത് പാലിക്കാതെ പോവുകയാണ്.
ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കാതെ ജീവിക്കുന്ന ജീവിതങ്ങളായി അവരുടെ ജീവിതങ്ങൾ മാറുകയാണ്. പക്ഷേ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ബാഹ്യമായ കാര്യങ്ങളിലായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കാൻ പറ്റുന്ന ഒരു വലിയ അപകടം ഇത് തന്നെയാണ്. അതായത് ബാഹ്യമായ ജീവിതശൈലിക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അതേസമയത്ത് നമ്മുടെ ആന്തരിക മനുഷ്യന് ആത്മാവിൻ്റെ ഭോജനമായി നമ്മൾ എന്താ പ്രത്യേകം കൊടുക്കുക. പ്രത്യേകിച്ച് കുർബാനയിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമാണ് വിശുദ്ധ കുർബാന. ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനായിട്ട്, നമ്മുടെ ഉള്ളു ശുദ്ധിയാക്കുവാനായിട്ട് നമ്മൾ എന്ത് പരിശ്രമമാണ് നടക്കുന്നത്. അല്ലെങ്കിൽ കപടനാട്യക്കാരായ നിയമജനയും പരിസരയും പോലെ ആയിപ്പോവുകയാണ് നമ്മുടെ ജീവിതങ്ങൾ. ഇത് തന്നെയാണ് ഇന്ന് വചനത്തിൽ പറയുക. അതായത് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ള് ശുദ്ധിയുള്ളതായിരിക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം ബാഹ്യമായ ഒരു മോഡിയിലല്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഉള്ളിലുള്ള ദൈവിക മൂല്യങ്ങൾ അത് മുറുകെ പിടിക്കുന്നവരാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നമ്മളെ നോക്കി ദൈവം ഒരിക്കലും കുറ്റം പറയുകയല്ല, നമ്മളെ ഓർത്ത് അഭിമാനിക്കും. നമ്മുടെ ജീവിതശൈലിയെക്കുറിച്ച്, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെയൊക്കെ നോക്കി നമ്മളെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു ദൈവമാകും നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു ജീവിതശൈലി, ദൈവം പോലും കുറ്റപ്പെടുത്തുന്ന ഒരു ജീവിതശൈലിയിലേക്ക് പോകാതെ ദൈവത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി പ്രത്യേകം ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.